ഞങ്ങളൊരു യാത്ര പോവാണ്. പെട്ടെന്ന് പ്ലാൻ ചെയ്താ. ഞാനുണ്ട്, പിന്നെ എന്താ പറയുക, മെവിൻ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടൊക്കെ ആണ്. അതെ, ബെസ്റ്റ് ഫ്രണ്ടൊക്കെ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ ഒരു സ്ഥലം വരെ പോവാണ്. അത് ഇനി വരുന്ന വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, നമ്മളവിടെ പോകുന്നത് പാലയിന്ന് കുമളി. അങ്ങനെ നമ്മൾ രാവിലെ 5:45 കഴിഞ്ഞപ്പോഴത്തേക്കും പാലയെത്തി. പാലയിൽ നിന്ന് അടുത്ത വണ്ടി കയറണം. അങ്ങനെ ബസ് കയറി പൊങ്കുന്നത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവിടുന്ന് വേറെ ബസ് മാറി കയറണം. ഞങ്ങളിതാ ഇവിടെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. മെവിനും യാത്ര മടുത്തിട്ട് അവരിയ്ക്കുക. അങ്ങനെ കുമളി ബസ് കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഞാൻ ഇരിക്കുന്നത് കണ്ടില്ലേ, അടിപൊളിയായിട്ട് നല്ല രസമായിരുന്നു. ഈ ഒരു യാത്ര എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു. 4 ബസ് മാറി കയറേണ്ടി വന്നെങ്കിലും അങ്ങനെ അവസാനം ഞങ്ങൾ അണക്കര വന്ന് ഇറങ്ങി. ജിയോയുടെ സ്ഥലം അണക്കര. അപ്പം അണക്കര വന്ന് ഇറങ്ങി. അപ്പോൾ ഗൈസ്, നമ്മൾ അണക്കര ജിയോയുടെ നാട്ടിലെത്തിയിട്ടുണ്ട്. അണക്കര ജിയോയുടെ നാട്ടിലെ അണക്കരയിലെത്തിയിട്ടുണ്ട് അല്ലേ മോനെ? സീൻ മോനെ, നമ്മുടെ താരം എത്തിയിട്ടുണ്ട്. ബിനോയ് ഡേവിഡ് ഫ്രം ട്രിവാൻഡ്രം അല്ലേ? ബിനോയ് നോക്ക്, അവിടെ ബിനോയ് നോക്ക്. ഇതാണ് ബിനോയ്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും, എന്നാലും ഇതാണ് ബിനോയ്. നമ്മളിതാ രാമക്കൽമേട് പോകുന്നു. ജിയോ നോക്കിയേ, മെവിനെ നോക്ക്. നമ്മളെങ്ങോട്ടാ പോകുന്നേ? മല, രാമക്കൽമേട്, കാട്, മല, രാമക്കൽമേട്. വഴിയില്ല ഗൂഗിൾ നമ്മളെ ഏതോ സ്ഥലത്ത് കൊണ്ടുവന്നെത്തിച്ചു. അയ്യോ, ബാക്ക് നോക്ക്. ലെറ്റ്സ് ഗോ. അതെ, കടയിലേക്കൊന്നും എടുക്കണ്ട. രാമക്കൽമേട് തപ്പി വന്നതാണ് ആക്ച്വലി. വഴി തെറ്റി. ഇതുണ്ടോ ഏതോ പാറയുടെ മുകളിൽ വരെ കയറിയൊക്കെ പോയി. ജീപ്പിലാണ് വന്നിരിക്കുന്നത്. എന്താ അവസ്ഥ? കമോൺ, അപ്പോൾ പോയാലോ നമുക്ക്. നമ്മള് ഭയങ്കര ഓഫ് റോഡിങ്ങിനൊക്കെ പോയതാ. ഡ്രൈവർ ജിയോ, ബിനോയ്, മെവിൻ, നാവിഗേറ്റർ. ഞാനുണ്ട് ഇവിടെ. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോ കൂട്ടുകാര്, നമ്മളിപ്പോ ഇടുക്കിയിലാണ്. നമ്മളല്ല, ഞാനും പിന്നെ എൻ്റെ ബിനോയ് ഉണ്ട് ഇവിടെ, ബിനോയ് ഡേവിഡ്, പിന്നെ മെവിൻ ഉണ്ട്, ജിയോ ഉണ്ട്. ജിയോയുടെ വീട്ടിലേക്കാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇന്നലെ എത്തി. ഇന്നലെ അധികം എവിടെയും പോകാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇന്ന് പോകുന്നതായിരിക്കും. അത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അത് ഞാൻ കയ്യിലുള്ള ചട്ടി എടുത്ത് ഇടാം. ഫുഡ് ടൈം. ബിനോയ് ജിയോ വിളമ്പി തരുന്നു. ഇല്ല, വിളമ്പി തന്നില്ല. ഓക്കെ, പാവം കൊച്ചു കുടുങ്ങി പോയി. അപ്പോ സുഹൃത്തുക്കളെ, അതെ, നമ്മൾ ഇപ്പോ ജിയോയുടെ വീട്ടിലാണുള്ളത്, കണ്ടില്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. നമ്മളിവിടുന്ന് ഇറങ്ങി എങ്ങോട്ടാ പോകുന്നത്? വാഗമൺ ആണ് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇനി അവിടെ കാണാം. അപ്പോ നമ്മള് സ്ഥലങ്ങളൊക്കെ കാണാൻ പോവാ. ജിയോ ഇസ് ദ ഡ്രൈവർ. ജിയോന്റെ വണ്ടി ബൊലേറോ. അതെ, ജിയോ മെപ്പ് റൈഡറാ. നമ്മളൊരു സ്ഥലത്ത് ഇപ്പൊ നിർത്തിയിട്ടുണ്ട്. അല്ല പിന്നെ നോക്ക്, അല്ല സ്വന്തം സ്ഥലമാണെന്ന് പറഞ്ഞോണ്ട് ഇറങ്ങാണ്. അതെ,
ഞങ്ങളിങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ ഓരോ തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ കൂടി ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ച് പോയിക്കൊണ്ടിരുന്നു കുറെ. തോടവിടെ നല്ലൊരു ബ്രിഡ്ജൊക്കെ ഉണ്ടല്ലോ. കണ്ടോ ഗൈസ്? അതെ, കണ്ടോ? ഞങ്ങൾ ഏതോ തേയിലക്കാടിന്റെ നടുക്ക് ഒരു അരുവി കണ്ടപ്പോ ഇറങ്ങിയത്. ഒരു അരുവി കണ്ടപ്പോ അതിനല്ലേ പറയാ ആയിരിക്കും. ആ സൈഡിൽ കൂടെ ഒന്ന് കാണിച്ചു. അതെയാണ് അരുവി. ഏയ് സ്യൂവേജ് അല്ല, നമ്മളിങ്ങനെ നല്ല വെള്ളം കണ്ടിട്ടില്ല. വെള്ളത്തിന്റെ ക്വാളിറ്റിയാ അൾട്രാ 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 പ്യൂർ. ഇവിടുന്നാണ് അക്വഫീനൊക്കെ എടുക്കണത്. 100% ക്ലിയർ തന്നെ. വഴി തീർന്നു ഗൈസ്. എവിടെയത്? ഞങ്ങള് ഏതോ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ ഏതോ കാട്ടിക്കൂടൊക്കെ കേറി മെയിൻ നാവിഗേറ്റർ ഹായ് പറയൂ. അതെ, ചേച്ചി അങ്ങനെ എത്തിച്ചു. ലൂസിഫർ ഷൂട്ട് ചെയ്യുന്നു. സെന്റ് ആൻഡ്രൂസ് ചർച്ച്. ഓക്കെ, അപ്പൊ വീണ്ടും ബൈ. നമ്മളങ്ങനെ സെന്റ് ആൻഡ്രൂസ് ചർച്ചിലെത്തി. ആൻഡ്രൂസ് അല്ല, കണ്ടോ? അതാണ് നമ്മുടെ സ്ഥലം. ഇങ്ങനെ ഇതാണ് പള്ളി. ലൂസിഫർ ഷൂട്ട് ചെയ്തത്. ആ ബെൻസൊക്കെ എങ്ങനെ ഇവിടെ എത്തിയല്ലേ ജിയോ? നമുക്കറിയാം, അത് നമ്മുടെ വണ്ടി, നമ്മുടെ സ്വന്തം വണ്ടി. ഇത്രയും വഴി കൂടെ ഒക്കെ കയറി ഇവിടെ വരെ എത്തി. നടന്നോ? വിനോയ് വാ. ഇതാ നമ്മൾ പള്ളി എത്തി. കണ്ടോ? ക്രീപ്പി സൗണ്ട് സീനാണ്. മോരെ നമ്മുടെ പ്രിയദർശിനി രാംദാസ് ഒക്കെ വന്ന സ്ഥലം കണ്ടോ? ശവക്കല്ലറ. ജിയോയുണ്ട്. പള്ളിയിൽ നിന്ന് ഇറങ്ങി ഇനി തങ്ങൾക്കുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ താപ്പാന സിനിമയിലുണ്ടായിരുന്ന ഒരു ലൊക്കേഷൻ, ആ ലൊക്കേഷൻ ഞങ്ങൾ കണ്ട്. അത് കഴിഞ്ഞപാടെ തന്നെ ഒരു ചെറിയൊരു വാട്ടർഫാൾസ്. അങ്ങനെ എളുപ്പത്തിലൊന്നും കാണാൻ പറ്റില്ല, ഒരു മലയുടെ സൈഡിലായിട്ടാണ്. അപ്പോൾ അത് കണ്ടു. അവിടെ കുറച്ച് നേരമൊക്കെ നിന്നു, കുറേ സംസാരിച്ച് കയറി. നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങളങ്ങ് പോകുന്നു, കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട്. വാട്ടർഫാൾസ് ഒക്കെ അടിപൊളി, നല്ല പീസ്ഫുൾ സ്ഥലം. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. അല്ല ജിയോ? നല്ല പോകുന്നത് അടിപൊളിയായിരുന്നു.